പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ വഴി നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി കേരളം മുഴുവൻ പരസ്യം ചെയ്ത് നല്ല വിലയോടുകൂടി ബ്രോക്കർ ഫീസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് സ്വത്തുക്കൾ ഇഷ്ടദാനമായിട്ടും അല്ലാതെയും ഒക്കെ എഴുതി കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എങ്കിൽ മക്കൾക്കും ഇങ്ങനെ ചെയ്യാം. അതായത് മക്കൾക്ക് അവരുടെ പേരിലുള്ള സ്വത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്വത്ത് മാതാപിതാക്കൾക്ക് ഇഷ്ടദാനമായി എഴുതി നൽകാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പേരിൽ ഒരു സ്വത്തുണ്ട്, നമ്മൾ അതിൽ ഒരു ഭാഗം നമ്മുടെ മാതാപിതാക്കൾക്കായി ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നു. അതിനുശേഷം ആ മാതാപിതാക്കൾ മരിച്ചു എന്ന് കരുതുക. ആ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് ഞാൻ കൊടുത്ത സ്വത്താണ് അല്ലെങ്കിൽ ഞാൻ ഇത് ഇവരുടെ പേരിൽ എഴുതി കൊടുത്ത സ്വത്താണ്, അതുകൊണ്ട് ഇവരുടെ മരണശേഷം എനിക്ക് തന്നെ അത് മുഴുവൻ വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം നമുക്ക് സഹോദരങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ അങ്ങനെ നമുക്ക് സഹോദരങ്ങൾ ഉണ്ടാകാം. ഇവരുടെ ഈ മാതാപിതാക്കളുടെ പേരിൽ വന്ന സ്വത്ത് അവരുടെ മരണശേഷം അവരുടെ മക്കൾക്ക് എല്ലാം തുല്യ അവകാശമായി വരും. അതായത് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടദാനമായി എഴുതി കൊടുത്ത സ്വത്താണ്, നമ്മുടെ സ്വത്താണ് നമ്മൾ എഴുതി കൊടുത്തത് എങ്കിലും അത് അവരുടെ പേരിലേക്കായി. ആയതിനു ശേഷം അവരുടെ മരണശേഷം ഈ സ്വത്ത് നമുക്ക് തന്നെ മുഴുവനായി കിട്ടുകയില്ല എന്ന് ഓർക്കുക. അത് നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി അതിന്റെ ഒരു വിഹിതം അർഹതപ്പെട്ടതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒസിയത്ത് എഴുതി വെക്കുക. ഒസിയത്ത് എഴുതി വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ ആ ഒസിയത്തിൽ എന്താണോ അയാൾ എഴുതി ചേർത്തിട്ടുള്ളത് ആ രീതിയിൽ മാത്രമേ സ്വത്ത് വീതം വെക്കാൻ സാധിക്കുകയുള്ളൂ. ഒസിയത്ത് എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒസിയത്ത് എഴുതുന്ന ആൾക്ക് നല്ല സ്വബോധമുള്ള ആളായിരിക്കണം, സ്വബോധമുള്ള സമയത്തായിരിക്കണം ആ ഒസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ എഴുതിയതായിരിക്കരുത് ആ ഒസിയത്ത്. പിന്നെ ഈ ഒസിയത്ത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അത് എഴുതി ആ ഒസിയത്തിൽ നമ്മൾ ഒപ്പിടുന്നത് ഏതെങ്കിലും രണ്ട് സാക്ഷികൾ കണ്ടിരിക്കണം, അത് അവർ സാക്ഷ്യപ്പെടുത്തിയും ഇരിക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ ഒസിയത്തിന് നിയമസാധുത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി മക്കളിൽ ഇപ്പോൾ രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് മക്കളിൽ ഒരാൾക്ക് മാത്രമാണ് സ്വത്ത് എഴുതി വെച്ചിട്ടുള്ളൂ എങ്കിൽ അയാളുടെ മരണശേഷം ഈ ഒസിയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് മക്കളിൽ ഒരാൾക്ക് സ്വത്തൊന്നും ഇല്ലാതെ വന്നല്ലോ, അപ്പം അതിന് അങ്ങനെ പാടില്ല, എനിക്കും എന്റെ സ്വത്തിന് അവകാശമുണ്ട് എന്ന് അയാൾ വാദിക്കുകയാണെങ്കിൽ ഈ ഒസിയത്ത് ഒന്നെങ്കിൽ സ്വബോധത്തോടെ അല്ല എഴുതിയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആണ് ഈ ഒസിയത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ സ്വത്ത് കിട്ടാത്ത മക്കൾക്ക് ആ സ്വത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. ഈ ഒസിയത്ത് റദ്ദാക്കിയാൽ മാത്രമേ ഈ സ്വത്തിന് അവർക്ക് അർഹത കിട്ടുകയുള്ളൂ. അതായത് ഒസിയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വബോധത്തോടെ അല്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭീഷണിയോ നിർബന്ധത്തിനോ വഴങ്ങിയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കണം. അല്ലാത്ത പക്ഷം ഈ ഒസിയത്ത് എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു മക്കൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് സ്വത്ത് എഴുതി വെച്ചിട്ടുള്ളെങ്കിൽ ആ ആൾക്ക് മാത്രമേ ആ ഒസിയത്തിൻ പ്രകാരം ആ സ്വത്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒസിയത്ത് എഴുതുമ്പോൾ ഒരാൾക്ക് മാത്രമായി ഒസിയത്തിൽ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇന്നയാൾക്ക് സ്വത്ത് കൊടുക്കാത്തത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് വ്യക്തമായി ആ ഒസിയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒസിയത്ത് റദ്ദാക്കുന്ന കേസുമായി മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവുകയില്ല. ഈ ഒസിയത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഈ വീതം വെക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്